എത്ര പേരാണ് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനാണെങ്കിൽ എൻ്റെ പ്രിപ്പറേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. എനിക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെയാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ് എങ്കിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഒരു ബിഗിനർ എന്ന നിലയിൽ. സോ ആ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ നിങ്ങൾ ഇപ്പോഴേ മാറ്റി വെച്ചോ. തുടക്കത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും, എനിക്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് ആസ്പിറൻസിന് എന്ത് ചെയ്യും അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ആ ഒരു മൈൻഡ് സെറ്റ് ത്രൂ ഔട്ട് കൊണ്ടുപോകുന്നതിൽ കാര്യമില്ല. ഞാനും ഒരു പക്ഷേ അങ്ങനെ കൊണ്ടുപോയിരുന്നെങ്കിൽ എനിക്കും ഈ പറയുന്ന PSC എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്യാനോ അതേപോലെ നിലവിലെ തിരുവനന്തപുരം ജില്ലയുടെ LDC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനോ കഴിയില്ലായിരുന്നു. സോ അപ്പോൾ നിങ്ങളുടെ ജേർണിയിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കേണ്ട 6 കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എന്ത് ചെയ്യുക, എല്ലാവരും പൂർണ്ണമായിട്ടും കാണാനായിട്ടും ശ്രമിക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സോ നമ്മളിപ്പോൾ LDCക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കറിയാം LDCക്ക് PSC പറയുന്ന ഒരു സിലബസ് ഉണ്ട് അല്ലെ, PSC നമുക്ക് തരുന്ന LDCയുടെ ഒരു ഒഫീഷ്യൽ സിലബസ് ഉണ്ട്. സോ ആ ഒരു ഒഫീഷ്യൽ സിലബസ് ഇപ്പോഴും എന്താണ്, സൈറ്റിൽ അവൈലബിൾ ആണ്. സോ ആ ഒരു സിലബസ് എന്ത് ചെയ്യാം മക്കളെ, നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പ്രിന്റ് എടുക്കുക. ഒരിക്കലും മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കരുത്, അപ്ഡേറ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കരുത്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പ്രിന്റ് എടുത്ത് തന്നെ എന്ത് ചെയ്യുക, കയ്യിൽ സൂക്ഷിക്കുക. കയ്യിൽ സൂക്ഷിച്ചാൽ മാത്രം പോരാ, സിലബസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഓരോരോ ടോപ്പിക്സ് ഉണ്ട് അല്ലെ. ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും അങ്ങനെ ഓരോരോ ഭാഗത്തും നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. സോ നിങ്ങൾ കവർ ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, ആ ഒരു സിലബസിൽ ഒന്ന് മാർക്ക് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും ഞാൻ എത്രത്തോളം ടോപ്പിക്സ് കവർ ചെയ്ത് പോകുന്നുണ്ട്. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വ്യക്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സിലബസ് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം, ആ ഒരു സിലബസ് അനുസരിച്ച് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഒരു സ്റ്റഡി പ്ലാൻ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് അല്ലെ. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഇപ്പോൾ ഒരാഴ്ച എടുക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഹിസ്റ്ററി പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല, അല്ലെങ്കിൽ എല്ലാ ദിവസവും ജോഗ്രഫി പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. എല്ലാ സബ്ജക്ട്സിനും എന്ത് ചെയ്യുക, അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകുക. സോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, സിലബസിലെ ഓരോരോ ടോപ്പിക്സും കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, കവർ ചെയ്തിരിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് SCRT ആണ്. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ SCRT ടെക്സ്റ്റ് ബുക്സ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കവർ ചെയ്യുക. എസ്പെഷ്യലി സയൻസ്, സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്സ്, അതിൽ ഓരോരോ പ്രധാനപ്പെട്ട, ഇപ്പോൾ നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും, സിലബസിലെ ഓരോരോ ടോപ്പിക്ക് നോക്കുമ്പോൾ ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓരോരോ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഏതൊക്കെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട SCRT ചാപ്റ്റേഴ്സ് എന്നുള്ളതിന് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. സോ അപ്പോൾ എന്താണ്, സിലബസിൽ നോക്കുമ്പോൾ ഓരോരോ ടോപ്പിക്സ് കാണും, അതുമായിട്ട് ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള SCRT ചാപ്റ്റേഴ്സ് കാണും. സോ അതനുസരിച്ച് എന്ത് ചെയ്യുക, ആ ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. സോ നിങ്ങളുടെ മൂന്നാമത്തെ ഫോക്കസ് എന്ന് പറയുന്നത് SCRT ടെക്സ്റ്റ് ബുക്സിലായിരിക്കണം. സോ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് PYQs ആണ് അല്ലെ. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് PYQs ഇപ്പോൾ അവൈലബിൾ ആണ്. 2021 തൊട്ടുള്ള PYQ ചോദ്യങ്ങൾ എന്താണ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ദിവസം മിനിമം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും PSC ഓരോ, ഇപ്പം ഹിസ്റ്ററി എടുത്താലും ജോഗ്രഫി എടുത്താലും ഏതൊക്കെ ഭാഗത്തു നിന്നാണെങ്കിൽ ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് കൂടുതൽ എന്താ ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യും, ഒരു ഐഡിയ കിട്ടും. സോ നിങ്ങളുടെ മുന്നോട്ടുള്ള പഠനത്തിൽ എന്ത് ചെയ്യും, അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മിനിമം ആണ് ഞാൻ പറയുന്നത്, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. അപ്പോൾ മാത്സും ഇംഗ്ലീഷും മലയാളവും കറണ്ട് അഫയേഴ്സുമായിട്ട് എന്ത് ചെയ്യുക, എല്ലാ ദിവസവും ഒന്ന് ടൈം അലോട്ട് ചെയ്യുക. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാരണം നമ്മുടെ വരുന്ന LDCക്ക് 20 മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കുറേ ഹോട്ട് ടോപ്പിക്സ് ഉണ്ട് കറണ്ട് അഫയേഴ്സിൽ. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ഒന്നാമത്തത് അവാർഡുകൾ, സാഹിത്യ അവാർഡുകൾ. രണ്ടാമത്തത് സമ്മിറ്റ്സ് ആൻഡ് വെന്യൂസ്, ഉച്ചകോടികളും വേദികളും. അതേപോലെ ഡേയ്സ് ആൻഡ് തീംസ്, ദിനങ്ങളും പ്രമേയങ്ങളും. അതേപോലെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങൾ. അതേപോലെ മന്ത്രിസഭ, കേന്ദ്ര മന്ത്രിസഭ, പുതിയ നിയമനങ്ങൾ, അങ്ങനെ ISRO, ഇതേപോലുള്ള ഹോട്ട് ടോപ്പിക്സ് എന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ കൂടുതൽ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, OMR പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ കോഡുകളൊക്കെ വെച്ച് എന്ത് ചെയ്യാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ആർട്ടിക്കിൾസും അതേപോലെ വർഷങ്ങളൊക്കെ ഓർത്തിരിക്കേണ്ടതായിട്ട് വരും. സോ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കോഡായിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ എന്താണ് സാഹിത്യത്തിന്റെ സാഹിത്യ അവാർഡുകളൊക്കെ ആണെങ്കിൽ PSC ചിലപ്പോൾ 2026 തന്നെ ചോദിക്കണം എന്നില്ല, 2023 വരെ എന്ത് ചെയ്യും, 2023 തൊട്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ചോദിക്കേണ്ടി വരും. സോ അത് തൊട്ട് എന്ത് ചെയ്യാൻ, പഠിച്ചു വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഓർത്തിരിക്കാനായിട്ട് എന്ത് ചെയ്യുക, കോഡുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ 5 കാര്യങ്ങൾ എല്ലാവരും മിക്ക ആസ്പിറൻസും കൃത്യമായിട്ട് ഫോളോ ചെയ്യും. പക്ഷെ നിങ്ങൾ ഈ പാളിപ്പോകുന്നത് അല്ലെങ്കിൽ എല്ലാവരും പരാജയപ്പെട്ടു പോകുന്നത് ഈ 6ാമത്തെ കാര്യം ചെയ്യാനാണ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവിഷൻ.
സോ റിവിഷൻ ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് സമയം മാറ്റി വെച്ചിരിക്കണം. അല്ലാതെ വെറുതെ ഇങ്ങനെ പഠിച്ചു പോയിട്ടോ അല്ലെങ്കിൽ കുറച്ച് മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടോ ഒരു കാര്യവും ഇല്ല. നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, റിവിഷൻ ആയിട്ട് ഒരു ദിവസം മാറ്റി വെക്കുക. അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ ഒരു ദിവസം പഠിച്ച കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തു, അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ടോപ്പിക്ക് റിവൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക, പുതിയ ടോപ്പിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക, റിവിഷൻ ആയിട്ട് മാറ്റി വെക്കുക. നിങ്ങളുടെ ഇഷ്ടം, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. സോ റിവിഷൻ ചെയ്യുക എന്നത് പറയുന്നത് നിങ്ങളുടെ സക്സസിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജേർണിയിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമാണ് പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ എന്ന് പറയുന്നത്. സോ റിവിഷൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, പ്രത്യേകം ഒരു ദിവസമോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഒരു ടൈമോ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കാം. റിവിഷൻ ചെയ്യുമ്പോൾ എസ്പെഷ്യലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോക്ക് ടെസ്റ്റ് ചെയ്യാം, OMR പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സോ പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്യുക, എങ്കിലേ എന്ത് ചെയ്യാൻ പറ്റൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആ ഒരു വിചാരിച്ച ഒരു പൊസിഷനിൽ എന്ത് ചെയ്യാൻ പറ്റൂ, എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഈ 6 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതോടൊപ്പം കൃത്യമായിട്ട് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അല്ലേ. നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾ കേൾക്കേണ്ടി വരുന്ന ആ ഒരു നെഗറ്റീവ്സ്, അതിന് മൈൻഡ് ചെയ്യാതിരിക്കുക. അവർക്കൊക്കെ ഇങ്ങനെ നിങ്ങളുടെ നെഗറ്റീവ് പറയാനേ പറ്റൂ. അവർക്കൊന്നും നിങ്ങളെ പോലെ ഈ ട്രാക്കിൽ, ഈ PSCയുടെ ട്രാക്കിൽ ഇറങ്ങി കളിക്കാനുള്ള ധൈര്യമില്ല. അതുകൊണ്ടാണ് നിങ്ങളെ പറഞ്ഞു പറയുന്നത്, അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊന്നും പറ്റൂല അല്ലെ, PSC ഒക്കെ എത്ര നാളായി നീ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിന്നെ കൊണ്ടൊന്നും നേടാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനേ പറ്റൂ. പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ആ ഒരു ടാർഗറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ എത്താനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്ന്. സോ അതിനായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് പരിശ്രമിക്കുക. തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നിങ്ങൾ എന്തായാലും ഇതുവരെ കുറച്ചും കൂടി ഒന്ന് പരിശ്രമിച്ചാൽ മതി. തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ഒരു LDC എന്ന ആ ഒരു സ്വപ്ന ജോലിയിൽ എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ നിങ്ങളെ റാങ്ക് ലിസ്റ്റിന്റെ എവിടെയെങ്കിലും അല്ല, റാങ്ക് ലിസ്റ്റിൽ ആ ഒരു ജോലി കിട്ടുന്ന പൊസിഷനിൽ എത്തിക്കാനായിട്ട് സൂപ്പർ നോട്ട്സ് ഉണ്ട് കൂടെ. അപ്പോൾ സൂപ്പർ നോട്ട്സിന്റെ ഇപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത LDC പ്രൈം ബാച്ചിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മെന്റർഷിപ്പ് സെഷൻസ്, അതേപോലെ മോട്ടിവേഷൻ സെഷൻസ്, അതേപോലെ SCRT പോയിന്റ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള അതും എക്സ്പേർട്ട് ഫാക്കൽറ്റീസിന്റെ ക്ലാസ് ഒക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ലഭിക്കും. സോ നിങ്ങൾ കൃത്യമായിട്ട് LDC വരാൻ പോകുന്ന LDC ടാർഗറ്റ് ചെയ്ത് വെച്ച് പഠിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ പുതിയ LDC പ്രൈം ബാച്ചിൽ ജോയിൻ ചെയ്തോ. അപ്പോൾ ഇനി ക്ലാസ്സിൽ കാണാം.